സുഹൃത്തുക്കളെ, ഞാൻ രാവിലെ എണീറ്റിട്ട് എപ്പോഴും ഇസ്രായേൽ പത്രങ്ങളും BBC-യും അൽ ജസീറയൊക്കെ വായിക്കും. ഇടയ്ക്ക് യൂറോ ന്യൂസ്, പിന്നെ DW, അങ്ങനെയുള്ള പല ന്യൂസുകളും വായിക്കാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ ഖത്തർ ഗേറ്റ് എന്ന് ഭയങ്കര വിവാദങ്ങൾ നടക്കും. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ ഖത്തർ ഗേറ്റ് എന്നുള്ളത്. അപ്പോൾ നെതന്യാഹുവിൻ്റെ 2 കൂട്ടാളികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടുത്തെ ഷിൻബത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തരമായ ഒരു മൊസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസിയാണ്, അതിൻ്റെ മേധാവിയെ മാറ്റുന്നു. അങ്ങനെ ആകെ ബഹളം. ആ മേധാവിയെ മാറ്റിയതിനെതിരെ ഒരു കോടതിയിൽ പോകും. അതിൻ്റെ ഇടയിൽ നെതന്യാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, ഖത്തർ ഇസ് നോട്ട് എനിമി സ്റ്റേറ്റ്. ഡെനീസ് എയ്ഡ് ഹാസ് ആക്സസ് ടു ക്ലാസിഫൈഡ്. നെതന്യാഹുവിൻ്റെ സഹായികൾക്ക് ഈ രഹസ്യരേഖകൾ കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ അത് എടുക്കാൻ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് സാധിക്കുമായിരുന്നില്ല. ഖത്തർ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഘികളും യുക്തിമോർച്ചക്കാരൊക്കെ പറയുന്നത് ആകെ ഭീകരവാദികളാണ്. അപ്പോൾ ഈ ഖത്തറും ഇസ്രായേലും എന്താണ് ഖത്തർ ഗേറ്റ് നിൽക്കുള്ള ആകെ കൺഫ്യൂഷനായി. അപ്പോഴാണ് റഷ്യ യുദ്ധത്തിന് ഇതേപോലെ മധ്യസ്ഥം വഹിക്കാൻ സൗദി തയ്യാറാകും. ഈ ഖത്തർ ഗേറ്റ് ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ സൗദി എന്തിനാണിപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് റഷ്യയും യുക്രൈനും ഒക്കെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നുള്ളൊരു ചിന്ത എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരുപാട് പൊളിറ്റിക്സുകളുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈഗോയിസം, പിന്നെ ആളാകൽ ഒക്കെയുള്ള പരിപാടികളുണ്ട്. ഇത് ഇപ്പോഴത്തതാണെന്ന് തോന്നുന്നു. ആഫ്റ്റർ ചാവോട്ടിക് ഹിയറിംഗ് ഹൈക്കോർട്ട് റൂൾസ് നെതന്യാഹു കാൺട്ട് ഫയർ ഷിൻബത്ത് ചീഫ് ബാർ നൗ. അങ്ങനെ ഷിൻബത്തിന്റെ ചീഫിനെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഖത്തർ ഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ന്യൂയോർക്ക് ടൈംസ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഖത്തർ ഗേറ്റ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം മധ്യസ്ഥ വഹിച്ചത് ഈജിപ്തും ഖത്തറും കൂടിയാണ്. അപ്പോൾ ഖത്തറിനൊന്നും കൂടി പൊക്കി കാണിക്കണം, ഇസ്രായേലി മീഡിയയിൽ അതിനനുസരിച്ചുള്ള വാർത്തകൾ കൊടുക്കണം, അതിന് ലോബിയിങ് ചെയ്യണം. അതിനുവേണ്ടി ഖത്തറിന്റെ പൈസ പറ്റിയിട്ട് നെതന്യാഹുവിന്റെ സഹായികൾ പണിയെടുത്തു എന്നുള്ളതാണ് അവിടെ വിവാദത്തിന് കാരണം. അപ്പം അവരെ നെതന്യാഹു സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. നെതന്യാഹും കൂടി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് മറ്റൊരു വിഷയം. നെതന്യാഹുവിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അപ്പം അതിനെതിരെ കോടതിയിൽ ഹാജരാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുള്ളൊരു പരാതി വേറെ ഉണ്ട്. മുസ്ലിം ഭാഗത്തുള്ള ഹമാസുകാരായ അല്ലെങ്കിൽ അവിടെയുള്ള മതമണ്ടന്മാരും ജൂതന്മാരായ മതമണ്ടന്മാരെയും വെച്ച് ആൾക്കാർ മുതലെടുക്കുകയാണ്. തീർച്ചയായിട്ടും മുസ്ലിം മതമണ്ടന്മാർക്ക് ടെക്നോളജി ഇല്ല, അതുകൊണ്ട് അവർക്ക് നഷ്ടങ്ങളുണ്ട്. അവിടെ ഒരുപാട് അനീതികൾ കൂടുതലാണ്. അപ്പോൾ ഇവരെ സഹായിക്കാൻ ആത്മാർത്ഥമായിട്ട് മുസ്ലിങ്ങൾക്കൊന്നും താല്പര്യമില്ല. ഹമാസിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരായാലും ശരി. ഇവിടെ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും സുന്നി ആശയക്കാരാണ്. ഈ സുന്നി ആശയക്കാരായ സൗദി, ഖത്തർ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ഈജിപ്ത്, ഇവർക്കൊന്നും കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. ഇസ്രായേൽ വിളിച്ചാൽ പോവുക, മധ്യസ്ഥ ചർച്ചയ്ക്കിരിക്കുക, എന്നിട്ട് ആളാവുക എന്നുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസ് ഫയറിൽ, വെടിനിർത്തലിൽ ഖത്തറും ഈജിപ്തും വലിയ ആളെ, ഖത്തറിന് കൂടുതൽ പ്രശംസ കിട്ടി. കൈ നനയാതെ ഖത്തർ അങ്ങനെ മീൻ പിടിച്ചു. യുദ്ധത്തിൽ ഈജിപ്തിനും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഈ അടുത്തിടെ വന്ന വാർത്ത. കാരണം ഹൂത്തികൾ റെഡ് സീയിലൂടെ, ചുവന്ന കടലിലൂടെ, ഈ സൗദിയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ ഇടയിലുള്ള കടലിൻ്റെ സൂയസ് കനാലിലൂടെ കൊണ്ടുപോകുന്ന ചരക്കുകൾ ഒരുപാട് തടസ്സപ്പെടുത്തി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഈജിപ്തിന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു. അത് $7 ബില്യൺ എങ്ങാണ്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൂത്തികൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പലസ്തീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വേണ്ടി ഒരുപാട് നഷ്ടങ്ങളും സഹിക്കുന്നുണ്ട്. അപ്പോൾ ഹൂത്തികളുടെ ആ ഒരു സംഗതി നമ്മൾ മാനിക്കുന്നു. ഹിസ്ബുല്ല ആയാലും ഗസക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അവരൊരുപാട് നാശനഷ്ടങ്ങൾ സഹിച്ച് അവരുടെ നേതാവിനെ അവർ നഷ്ടപ്പെടുത്തി. ഇറാനും ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അവരെന്താണ് ചെയ്തത്? അവരിങ്ങനെ വെറുതെ ഇരുന്നിട്ട് പേരെടുക്കുക. അപ്പോൾ ഈ ഖത്തർ പേരെടുത്തപ്പോൾ ഖത്തറും സൗദിയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. സൗദിയും UAE-യും ഖത്തറിനെ ഉപരോധിക്കുകയും ഒരുപാട് കാലം ആ ഉപരോധം തുടരുകയൊക്കെ ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ ഖത്തറിനോട് സൗദിയും UAE-യും നന്നാവുകയാണ് ചെയ്തത്. പിന്നെ ഉപരോധം പിൻവലിച്ചു. അപ്പോൾ സൗദിക്ക് തോന്നിയിട്ടുണ്ടാവും അത് പിന്നെ വ്ളാഡിമിർ പുടിനെയോ അല്ലെങ്കിൽ സെലൻസ്കിയോ ഒക്കെ ഒന്ന് ലോബി ചെയ്ത് അല്ലെങ്കിൽ അവരൊന്ന് പാട്ടിലാക്കിയിട്ട് മധ്യസ്ഥ ചർച്ച സൗദിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചില സംഗതികൾ നമ്മളെങ്ങനെ കാണുന്നു, മറ്റുള്ളവരെങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെയാണ് എനിക്കിങ്ങനെ ചില സംഗതികൾ, ഓഹോ ഇങ്ങനെയും ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നിലെ കളികൾ എന്നൊക്കെ മനസ്സിലാവും. ഈ ഗസ ഇസ്രായേൽ യുദ്ധം, ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇത് എവിടേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഈ യുദ്ധം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഇറാൻ ചെയ്തതാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഫോക്കസ് വഴിതിരിച്ചു വിടുക എന്നുള്ളത് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആവാനും സാധ്യതയുണ്ട്. ആ സമയത്ത് തന്നെ ഇറാൻ അപ്പുറത്ത് അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങൾ മാറിമറിയും. പിന്നീട് അമേരിക്കക്ക് ഇസ്രായേലിനെ കൂടെ കൂട്ടാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇസ്രായേലിൻ്റെ അടുത്ത് അണുബോംബുണ്ട്,
അതുകൊണ്ട് ഇസ്രായേലിന് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭയമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇറാൻ്റെ കയ്യിലും കൂടി അണുബോംബ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൗദിക്കും UAE-ക്കും ബഹ്റൈനും ഒക്കെ അമേരിക്ക അണുബോംബ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇളവ് കൊടുക്കേണ്ടി വരും. ഇസ്രായേലിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇവിടെ നിൽക്കുന്നത്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അണുബോംബ് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊന്നുമില്ല. ഇപ്പോൾ ഇറാനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഇറാനാണെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല, കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറാനെ അമേരിക്ക ചിലപ്പോൾ സഖ്യകക്ഷിയാക്കിയേക്കും. വേറെ കാര്യം, അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളാണ് ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ മതമണ്ടന്മാരെ അവർ യൂസ് ചെയ്യും. അവർക്ക് മസ്ജിദ് അൽ-അഖ്സയും രാമ മന്ദിരവും ബാബരി മസ്ജിദൊന്നും പ്രശ്നമല്ല. അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും മതങ്ങളെ കൊണ്ട് നടത്തുന്നതൊക്കെ. അപ്പോൾ ഈ മതത്തിന്റെ ഹൈ ലെവലിലുള്ള ആൾക്കാർ, രാഷ്ട്രീയത്തിന്റെ ടോപ്പ് ലെവലിൽ ഇരുന്ന ആൾക്കാർ വലിയ വലിയ കല്യാണത്തിനൊക്കെ, ഇപ്പോൾ കണ്ണൂരൊക്കെ വലിയ വലിയ കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഹൈ നേതാക്കളൊക്കെ പങ്കെടുത്ത് ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പരസ്പരം ചിരിച്ച് പിരിയും. ഒക്കെ ചിരിക്കുന്നതിന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ അണികൾ പരസ്പരം വെട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രോത്സാഹിപ്പിക്കുകയും വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇളക്കി വിടുകയും ചെയ്യുന്ന അതേ നേതാക്കൾ ഇങ്ങനെ രാത്രിയാവുമ്പോൾ ഈ വക പരിപാടികൾ ചെയ്യുന്നത് വളരെ മോശമാണ്. എനിക്ക് തോന്നുന്നത് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ നടന്ന കൊലപാതകങ്ങൾ മാത്രമാണ് ഹൈ ലെവലിലേക്ക് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോയത്. അതോടുകൂടി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ചെറിയൊരു അറുതി വരികയും ചെയ്തു. കാരണം നേതാക്കളെ തന്നെ തട്ടുക എന്നുള്ള രീതിയിൽ, മുമ്പാണെങ്കിൽ പഴയ ഏതെങ്കിലും അന്നത്തെ അന്നത്തിന് പോകുന്ന ആൾക്കാരെ വെട്ടി ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നേതാക്കളിലൊക്കെ എത്തിയപ്പോൾ ആൾക്കാരൊന്ന് കിടുങ്ങി. ഇങ്ങനെ ആൾക്കാരെ പിരികേറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനും പ്രശ്നമാകുമല്ലോ എന്ന് നേതാക്കൾക്കൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മതത്തെയും രാഷ്ട്രീയത്തെയൊക്കെ വെച്ചിട്ട് ആളുകൾ നിങ്ങളെ മുതലെടുക്കുകയാണ്. അപ്പോൾ അതിന് നിൽക്കാതിരിക്കുക, മണ്ടന്മാരാകാതിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഖത്തർ ഗേറ്റിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ 1:45 വീഡിയോ ചെയ്തത്. ചില വീഡിയോ ചെയ്തില്ലെങ്കിൽ മനസ്സിലിങ്ങനെ തികട്ടി വരും. മനസ്സിനൊരു സമാധാനം ഉണ്ടായി.